കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് BMൻ്റെ X1 ആണ്. X1 ഈ ഒരു വാഹനം നമ്മൾ നോക്കുമ്പോൾ സിംഗിൾ ഓണർഷിപ്പ് എടുക്കുന്ന വാഹനമാണ്. പിന്നെ കാര്യമായിട്ടുള്ള ഓട്ടമൊന്നുമില്ല, ഭയങ്കരമായിട്ടുള്ള ഓട്ടവും കാര്യങ്ങളൊന്നുമില്ല. എത്രയാണ് ഓട്ടമെന്ന് കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വണ്ടി ഇപ്പോൾ 2016 മോഡൽ വണ്ടിയാണ്. നല്ല രീതിയിൽ ഉപയോഗിച്ച വണ്ടിയാണ്. നല്ല വൃത്തിയുണ്ട് വാഹനം കാണാനായിട്ട്. നമുക്ക് പിന്നെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ കാണുമ്പോൾ തന്നെ അറിയാം. അതുകൂടാതെ തന്നെ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമുക്ക് സന്തോഷം കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും ഈ വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ വാഹനം ഫുള്ള് കണ്ടു വരാം. ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എഞ്ചിൻ ഭാഗം ഞാൻ വിശദമായിട്ട് കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാം. അതിനുശേഷം നമുക്ക് ഇതിന് റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നമ്മളപ്പോൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു X1 ആണ്. X1 2016 മോഡൽ X1 ആണ്. വളരെ നീറ്റായിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടി, സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ക്വാളിറ്റി കണ്ടോ. നല്ല വൃത്തി തന്നെ ഉപയോഗിച്ചാണ് X1 ആണ് അതിൻ്റെ കൗണ്ട്. X1 സീരീസിൽ വന്നിരിക്കുന്ന വണ്ടിയാണ് കണ്ടോ. വണ്ടി നല്ല നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വണ്ടി. ഒരു രീതിയിലുള്ള ഡാമേജോ പൊടിക്ക് പോലും എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ വണ്ടിയിൽ കിട്ടാനില്ല. അതാണ് ഈ വണ്ടിയുടെ നമുക്ക് എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. എങ്ങനെയുണ്ട് വണ്ടി? നൈസല്ലേ? ജസ്റ്റ് ഒന്ന് ഫുള്ള് വീഡിയോയിലേക്ക് പോയേക്കാം. ലുക്ക് അറൗണ്ട് വീഡിയോ. അതിന് ശേഷം നമുക്കിതിൻ്റെ ഓരോരോ ഭാഗങ്ങളിലേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ആ ഒരു ഫുള്ള് വീഡിയോ വരുന്നത്. ഉണ്ടോ? എങ്ങനെയുണ്ട്? നൈസല്ലേ? അതേപോലെ ടോപ്പ് വ്യൂ നോക്കിയേക്കാം. നീറ്റായിട്ടിരിക്കുന്നു. വീലാസിൻ്റെ എയർ കണ്ടീഷനിലേക്കും പോകാം. വീലാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ നീറ്റായിട്ട് നിൽക്കുന്ന വീലാസ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നല്ല ഗ്രിപ്പ് കൊണ്ട് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഗ്രില്ല് നോക്കാം. ഗ്രില്ലൊക്കെ നല്ല ക്വാളിറ്റി ഗ്രില്ല്, ഒരു പൊട്ടിക്ക് പോലും സ്ക്രാച്ചില്ല. ലാമ്പായാലും ഫോഗ് ലാമ്പായാലും നീറ്റായിട്ട് ഇരിക്കുന്നു. ബമ്പേഴ്സിലും ആ ഒരു ക്വാളിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ലാമ്പായാലും നീറ്റായിട്ടിരിക്കുന്നു. ഫോഗ് ലാമ്പ്സ് നീറ്റായിട്ടിരിക്കുന്നു. നമുക്ക് വീലാർസിലേക്ക് പോകാം. ഈ വീലാർസ് ആയാലും വൃത്തി തന്നെ ഇരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. BMൻ്റെ ഒറിജിനൽ അലോയ്സും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്നു. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് എസ് ഡ്രൈവിൻ്റെ ബാഡ്ജിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ വീലാർസ് നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാം. സൈഡ് പോർഷനും വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ റൂഫ് നോക്കാം. റൂഫായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. വിൻഷീൽഡും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്കിവിടെ കാണാൻ പറ്റും. റിയർ വൈപ്പർ വരുന്നുണ്ട്. X1ൻ്റെ ബാഡ്ജിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലിഡ് നോക്കാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സും നല്ല നീറ്റായിട്ടിരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. റൈറ്റ് സൈഡിലേക്ക് വരാം. ഇവിടുത്തെ വീലാസ് നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന കാണാൻ പറ്റും. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഇവിടെ ഡോറിന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയും ഡോർ പാഡ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നീറ്റായിട്ടിരിക്കുന്നു. കൺട്രോൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ്. ഇൻറ്റീരിയർ ഭാഗം ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. മിഡിൽ നമുക്കിവിടെ ബാക്കി കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക് ഗിയർ നബ് കൺട്രോൾസ്. ഇവിടെ നമുക്ക് പാഡിൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അതുകൂടാതെ തന്നെ ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. അറൗണ്ട് 76,000 കിലോമീറ്റേഴ്സാണ് വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. ഒന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. ഇവിടെയും ഡോറിന് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡോർ പാഡ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കും. ഡോർ പാഡ്സ് കാണാൻ പറ്റും. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. ലാവിഷായിട്ടുള്ള ലെഗ് റൂം കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് റിയർ AC വെൻറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് നമുക്ക് കാണാം. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. അല്ല നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ എൻജിൻ ഭാഗം അതേപോലെ ടയർ കണ്ടീഷൻ ഞാൻ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞാൽ ബൂട്ടും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ജസ്റ്റ് ലിഡും അപ്പ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം. ഞാൻ വളരെ സ്ലോയിൽ ആണ് ക്യാമറ പോകുന്നത്. എന്തെങ്കിലും ഡീറ്റെയിൽസ് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്താൽ മതി. കണ്ടോ, എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. അതേപോലെ അഡ്ജസ്റ്റൊക്കെ ഞാൻ കാണിച്ചു തരാം. അഡ്ജസ്റ്റ് എന്തെങ്കിലും പേസ്റ്റിങ്ങിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നോക്കാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ആ ഒരു ഫുള്ള് വ്യൂ. അതേപോലെ ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി ഇതിൻ്റെ ബൂട്ടിലേക്ക് പോയേക്കാം. ബൂട്ടായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ബൂട്ട് നമുക്ക് ഇവിടെ കാണാം. ലിഡ് നോക്കാം. ലിഡ് തുറക്കുമ്പോൾ ഇവിടെ നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാം. ടയേഴ്സ് ആയാലും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ടയേഴ്സ് നമുക്ക് കിട്ടുന്നത്. വിത്ത് ടൂൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ എഡ്ജസിലേക്ക് പോയേക്കാം. എഡ്ജസ് ആയാലും
നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ആ ഒരു എഡ്ജസും കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഗ്രിഡായാലും നല്ല ക്വാളിറ്റി നിൽക്കുന്ന ഗ്രിഡ് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിന് ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന X1 ആണ്. അതിന് ഫുള്ള് വീഡിയോ ഞാൻ കവർ ചെയ്തിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം, റേറ്റും കാര്യങ്ങളും കിടക്കാം. 75,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2016 ഇതിൻ്റെ മോഡൽ എന്നാണ്. റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് പറഞ്ഞേക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു X1 ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 26 ലക്ഷം രൂപയാണ്. 26.50 lakhs നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പർ കൊടുത്തുകൊണ്ട് വിളിക്കാം, സംസാരിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. എന്തെങ്കിലും ഇതിൽ നെഗോസിയേഷൻ താല്പര്യമുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ വിളിക്കാവുന്നതാണ്. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജും വോയിസും കാര്യങ്ങളൊക്കെ ആയിട്ട് മെസ്സേജ് അയച്ചേക്കാം, റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നത്. സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.